ഹായ് നമസ്കാരം വെലൈസ പ്രൈം ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ആവേശത്തിലാണ് കേട്ടോ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ ആ ഒരു വില്ലൻ ഇമേജിനെ മാറ്റിമറിച്ച് ആവേശം സിനിമയിലെ കുട്ടി എന്ന കഥാപാത്രത്തിന്റെ അവിസ്മരണീയനാക്കിയ മിഥുട്ടിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഫഹദ്ക്ക ഈ വില്ലന്റെ അടുത്ത് ആദ്യം എന്താ പറഞ്ഞേ? ക്യാരക്ടറിലാണ്. അപ്പൊ ഇനി വരുന്ന അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ ഏതാണ്? ഈ റീൽസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ സിനിമയ്ക്ക് ശേഷമാണോ പ്രപ്പോസൽസ് കൂടുതൽ വന്നു തുടങ്ങിയത്? പിന്നെ ആവശ്യത്തിന് വില്ലനെ ഇഷ്ടപ്പെടാത്ത ആരുള്ളത്? ആ സത്യം തുറന്നു പറയാനുള്ള ഒരു ബുദ്ധിമുട്ടാണോ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വില്ലനാണെന്നൊക്കെ പറഞ്ഞു. വെലൈസ പ്രൈം ടോക്കിലേക്ക് സ്വാഗതം. എന്താണ് വിശേഷം? നല്ല വിശേഷമാണ്. ഇപ്പൊ ആദ്യ സിനിമ തന്നെ ഇത്രയും അടിപൊളി ഹിറ്റായിട്ട് നിൽക്കുകയാണ്. ഇപ്പോ ഫസ്റ്റ് സിനിമ ഇത്രയും വലിയൊരു ഹിറ്റായ സമയത്തുള്ള ഒരു ഫീലിംഗ് എന്താ? മൂവി നമ്മൾ പ്രതീക്ഷിച്ചതല്ല, അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് വന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ ഹാപ്പിയാണ്. ആവേശത്തിന്റെ ആവേശം ഇപ്പൊ ഏത് ലെവലിൽ എത്തിയിട്ടാ നിക്കണേ? ആവേശത്തിന്റെ ആവേശം ഇപ്പോ 5ാം വീക്കിലേക്കാണ് ഇപ്പൊ പോയോണ്ടിരിക്കുന്നത്. സന്തോഷാണ്. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള ഒരു വരവ്? ഇത് ഞാൻ റീൽസൊക്കെ ചെയ്യുന്ന ടൈമിൽ ഷിഫ്നാത്തയുടെ ഫസ്റ്റ് കോൺടാക്ട് ചെയ്തത്. ആ ഷിഫ്നാത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ചിത്രചേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ പുള്ളിക്കാരി വിളിച്ച് അവിടെ നിന്ന് നേരെ ചിത്രചേട്ടന് കോൺടാക്ട് ചെയ്തിട്ടാണ് സ്ക്രീനിങ് തുടങ്ങി ഒരു 25-20 ആൾക്കാരെ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഒരു 5 ആളെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ അതിൽ നിന്നാണ് എന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നെ വിളിച്ച് പറഞ്ഞു കഥയിലൊരു ഭാഗമാണ്. അപ്പം ഹാപ്പിയായി. എവിടെയായിരുന്നു ഓഡീഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്? ഓഡീഷൻ അല്ല, മീൻസ് സ്ക്രീനിങ് ടെസ്റ്റ് നടന്നത് അബൂക്കയുടെ വീട്ടിൽ, അൻവർ റഷീദ് ആളുടെ വീട്ടിലാണ്. അവിടെ പോയി. എങ്ങനെയായിരുന്നു അവിടെ ചെന്നപ്പോ? എന്ത് ടാസ്കാ തന്നെ? അവിടെ ചെന്നപ്പോ ഫസ്റ്റ് കോളേജ് ഫൈറ്റ്. അപ്പൊ അവന് കോള് ചെയ്യുന്ന ഒരു സീനുണ്ട്, അതായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ശരിക്കും അറിയണ്ടായിരുന്നില്ല ഇതാണ് സീനിന്ന്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം എങ്ങനെയാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു ഒരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്യാൻ പോണെന്ന്? വില്ലൻ ക്യാരക്ടറാണെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓക്കെ ആയ ടൈമിന് പറഞ്ഞു. അവിടെ വന്നതിന് ശേഷം പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചപ്പോഴാണ് അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലായത്. ഈ റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ എങ്ങനെ പോകണം എന്നുള്ളത്? റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. സംഭവം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് സംഭവം ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. റീൽസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് എൻ്റർടൈനിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. അതിലൂടെ എല്ലാവരും അറിയപ്പെട്ട് വന്നതിന് ശേഷമാണ് പിന്നീട് ഈ ഒരു നമുക്ക് പ്രതീക്ഷിക്കാത്ത സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. അതൊരു ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ. ശരിക്കും ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഒരു ടിപ്പിക്കൽ വില്ലൻ ഇമേജിൽ നിന്ന് മാറിയിട്ടുള്ളൊരു വില്ലനാണ് നമ്മൾ ആവേശത്തിൽ കണ്ടത്. അപ്പോൾ മിഥുട്ടിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതുപോലൊരു വില്ലൻ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്? അങ്ങനെ ഒരു സെൽഫ് ഡൗട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടില്ല. സ്ക്രിപ്റ്റ് എല്ലാം വായിച്ചതിന് ശേഷം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അത് അവിടെ ചെന്ന് ഒറ്റയ്ക്ക് നടക്കുക, അങ്ങനെയുള്ള പരിപാടികൾ, ഒറ്റയ്ക്ക് നിൽക്കുക, ഒറ്റയ്ക്ക് ഇരിക്കുക, മൊത്തം അങ്ങനെ ഒന്ന് നടന്നിട്ട് ആ ഒരു മൂഡ് പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ. അതിനോടൊക്കെയാണ് കൂടുതലും. പിന്നെ അവന് പറഞ്ഞു തരും നിന്റെ റോൾ ഇതാണ്, അതുകൊണ്ട് നീ അങ്ങനെ തന്നെ നിൽക്കണം. സെറ്റ് വന്നു കഴിഞ്ഞാൽ സെറ്റിന് ഫുള്ളും അത് തന്നെയായിരിക്കും. അപ്പോൾ പ്രണവായാലും റോഷനായാലും മിഥുനായാലും അവന് ഒരുമിച്ചായിരിക്കും എപ്പോഴും നടക്കുക. അവർക്ക് അവൻ്റെ വർക്കൗട്ട് അവർക്ക് അപ്പം തന്നെ ഓരോന്ന് ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവനൊപ്പം നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് നടക്കേണ്ടത്. അപ്പം ഞാൻ സെറ്റ് വരുമ്പോൾ ഫുള്ള് മൊത്തം കറങ്ങി നടക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും. അവസാനം അവൻ തന്നെ വന്ന് ചോദിച്ചു നീ എന്ന് ഒറ്റയ്ക്ക് തന്നെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കും ഇടയ്ക്ക്. ഞാൻ പറയും നമ്മുടെ നവീൻ ബ്രോയാണ് നമ്മുടെ കൂടെ, അതായത് നസ്ലിയത്താനിയൻ, ആളാണ് കൂടെ നമ്മുടെ കൂടെ എപ്പോഴും നിന്ന് കെയർ ചെയ്യാണ് ആ സമയത്ത്. അപ്പോൾ ആളും പറഞ്ഞിട്ടുണ്ട് നീ ഒറ്റയ്ക്ക് നിന്നാൽ മതി. അല്ല നമ്മൾ നല്ല ഫ്രണ്ട്സാണ്, എല്ലാവരും കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഈ ഫഹദ് ഫാസിൽ എപ്പോഴും ഒരു ക്യാരക്ടറിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു മൂഡിലായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ മിഥുട്ടി എങ്ങനെയാണ് ഈ ക്യാരക്ടർ പിടിച്ചു തന്നെയാണോ ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ മൊത്തം ഉണ്ടായിരുന്നത്? അതെ ക്യാരക്ടർ തന്നെയായിരുന്നു. കാരണം അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പിളവ് പറ്റുമോ എന്ന് പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ വരെ നമ്മൾ ക്യാരക്ടറായിട്ട് തന്നെയാണ് നിൽക്കുക. റെഫറൻസ് എടുത്ത് നോക്കും, അതായത് അർജുൻ ദാസ്, പിന്നെ ജാഫർ സാദിഖ്, പിന്നെ കുറച്ച് ഇംഗ്ലീഷ് മൂവികളുണ്ട്, അതൊക്കെ ഒന്ന് റെഫറൻസൊക്കെ എടുത്ത് നോക്കി കാണും.
അവനെങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയുള്ള പരിപാടികൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത് ഓർമ്മയുണ്ടോ? ക്യാമറയുടെ മുമ്പിൽ ആദ്യം ആക്ഷൻ എന്ന് പറഞ്ഞ സമയത്ത് എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നൊരു ഫീലിംഗ് എന്തായിരുന്നു? ആ ടൈമിൽ എനിക്കുണ്ടായ ഫീലിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു നമുക്ക് ഉള്ളിൽ നിന്നൊരു ഇതുണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എൻ്റെ സീൻ എന്ന് വെച്ചാൽ നമ്മുടെ കഥയിലെ ഫസ്റ്റ് സീൻ തന്നെയാണ്. ബൈക്കിൽ വന്നിട്ട് സീനിയേഴ്സ് അവിടെ പറഞ്ഞത് കേട്ടാൽ മതി, ആ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ഫുള്ളായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റിയത്. കാരണം എനിക്കറിയില്ല എൻ്റെ റോള് ഫസ്റ്റ് എങ്ങനെ തുടങ്ങുന്നതെന്ന്. അവന് പറഞ്ഞു തന്നു 1-2 വട്ടം, ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്തു. എത്ര റീടേക്ക് പോയി ആ ഫസ്റ്റ് ഡേക്ക്? ഒരു 5-6 ടേക്കൊക്കെ പോയെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ കുട്ടി എന്ന ക്യാരക്ടറും മിതുട്ടിയും തമ്മിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റീസ് ഉണ്ടോ? കുറച്ചിങ്ങനെ ടഫായി നടക്കുന്ന ആളാണ്. ഇല്ല ഞാനിപ്പോ ഇതുവരെ കണ്ടുവല്ലോ എന്നെ സ്വഭാവം എങ്ങനെയാണ്. പൊതുവെ സംസാരം കുറവാണ്, അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്രൂവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഒരു മാസ് ക്രൂ ആണ്. ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും മെയിൻ ലീഡ് ചെയ്യുന്ന ആളാണെങ്കിലും. അപ്പോൾ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ പ്രൊജക്റ്റിൽ ഞാനൊരു വില്ലനായിട്ട് ചെയ്യാണെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ ശരിക്കും വീട്ടിൽ ഇത്രയും ഇതാണ് എന്ന് അറിയിച്ചത് അവിടെ ചെന്നതിന് ശേഷമാണ്. അവിടെ ചെന്നതിന് ശേഷമാണ് ഇപ്പോൾ വീട്ടിൽ പറഞ്ഞത്? അല്ല ഇത്രയും നല്ല റോളാണ് എന്നുള്ളത് കാര്യം അവിടെ ചെന്നതിന് ശേഷമാണ് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞത്. അവനക്കറിയണ്ടായിരുന്നില്ല, ശരിക്കും എനിക്കറിയണ്ടായിരുന്നില്ല ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്ര നാളുണ്ടാവും എന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ് മനസ്സിലായത് എനിക്ക് എത്രത്തോളം റോളുണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനെ ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു ഫഹദ് ഫാസിലിൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാന്ന് പറയുമ്പോൾ? ഫ്രണ്ട്സ് ഓവറായിട്ടില്ല, എല്ലാവരോടും ഒരു സസ്പെൻസ് ആയിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സസ്പെൻസ് ആയിരുന്നു. ഈ സജിൻ ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കണ്ടായിരുന്നു, ഓഫ് സ്ക്രീനിൽ ഭയങ്കര എളിമയുള്ള ഒരു വില്ലനാണ് മിതുട്ടി എന്നുള്ളത്. ശരിക്കും ഇങ്ങനെ തന്നെ ഒരു ഒട്ടും സംസാരിക്കാതെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണോ? അതെ ഒതുങ്ങി നിൽക്കുന്ന ക്യാരക്ടർ തന്നെയാണ്. അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും. എങ്കിൽ പോലും മൊത്തം ഒന്നൊരു സൈലന്റ് നേച്ചറാണ്. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ന്യൂ ഫേസുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ കൂടെ അഭിനയിച്ച മറ്റു 3 പേരും പുതിയ ആദ്യമായിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യണതാണ് സിനിമ. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ഒരു പടം ചെയ്യണത്, അതും ഇത്രയും ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എല്ലാവരും പുതുമുഖങ്ങളാണ്, ഞാനടക്കം. സജിൻ ചേട്ടൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മൊത്തത്തിൽ. നമ്മുടെ ആവേശം എന്നുള്ള മൂവി മൊത്തം ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വളരെ സന്തോഷമാണ്. പിന്നെ അത് മാത്രമല്ല, ചിത്തുചേട്ടൻ ഇനി എടുക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഒന്നുമില്ലെങ്കിൽ പുതുമുഖങ്ങളായിരിക്കും. കാരണം അവനെ വെച്ച് ചെയ്യുമ്പോഴാണ് പുതിയ ഫ്രഷ്നെസ് ഉണ്ടാകുന്നത്. ചിത്തുചേട്ടൻ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ. അവനെ വെച്ച് എനിക്കത് തോന്നിയിട്ടുണ്ട്. കാരണം ആളുടെ എല്ലാ മൂവീസിനും ഇങ്ങനെ തന്നെയാണ്. രോമാഞ്ചത്തിലാണെങ്കിൽ പോലും കുറേയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് സൗബിനിക്കാണ് അതിന് സീനിയർ സ്ഥാനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പടത്തിന് കൂടുതലൊരു ഫ്രഷ്നെസ് കിട്ടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് നമ്മുടെ പടത്തിന്. ഇപ്പോൾ ഒരു 4-5 മാസത്തോളം ഈ ഷൂട്ടിംഗ് ആയിട്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയാണോ താമസിച്ചിരുന്നത്? ഒരു ഫ്ലാറ്റിൽ തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ കൂടെ ഈ സിനിമ ലൊക്കേഷനിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു? അപ്പോൾ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ വന്നാൽ അങ്ങനെ തന്നെയായിരുന്നു? അതെ ഫ്ലാറ്റിനുള്ളിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചില്ല് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു, ഭയങ്കര കൂട്ടുകെട്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയായിരുന്നു റൂംമേറ്റ്സ്? ഞാനും മിഥുനാണ് ഒരു റൂം, പ്രണവും റോഷനാണ് ഒരു റൂം. പിന്നെ അതിനപ്പുറത്ത് സജിൻ ചേട്ടൻ, അതിന് ഓപ്പോസിറ്റ് നവീൻ ബ്രോ, അങ്ങനെ. പിന്നെ ചിത്തുചേട്ടൻ, അമ്പൂക്ക, അവനൊക്കെ താഴെ. അപ്പോൾ താഴെ സീനിയേഴ്സും, മേലെ നിങ്ങൾ ഫുള്ള് ചില്ലിങ് ആയിരുന്നു? എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ മെയിൻ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എന്ന് വെച്ചാൽ ഫുള്ള് കഴിഞ്ഞതിന് ശേഷമാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരും.
ഇപ്പോൾ റീൽസിലൊക്കെ കൂടുതലും കോമഡി അല്ലേ ചെയ്യാറ്? കോമഡി. ഇപ്പോൾ ഫസ്റ്റ് മൂവിയിൽ ഒരു വില്ലനായി, ഇനിയിപ്പോൾ അടുത്തൊരു മൂവി കിട്ടുകയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം? അടുത്ത മൂവി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കോമഡി ചെയ്യാൻ തന്നെയാണ്. കോമഡി തന്നെയാണ്. പിന്നെ ഒരു കോമഡി ക്യാരക്ടറിൽ വരാനാണ്. കോമഡി ക്യാരക്ടർ ഇനിയിപ്പോൾ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഒരു ടഫ് വില്ലനായിട്ട് പിന്നെ ഒരു കോമഡി ചെയ്യുമ്പോൾ അല്ലേ? പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിജയം. അതെ അതെ. അല്ല, ഓൾറെഡി നമ്മൾ റീൽസിൽ കാണുന്നതാണ് ഈ കോമഡി നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ നമുക്കൊന്ന് പതുക്കെ നടന്നൊന്ന് സംസാരിച്ചാലോ? ഓക്കെ. അപ്പോൾ ഇതിൽ ആക്ച്വലി പറഞ്ഞ പോലെ ഫഹദ് ഫാസിലിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയായിരുന്നു ഫസ്റ്റ് അതൊരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ഫഹദ് ഫാസിലിന്റെ കൂടെയാണ് ഞാൻ ഇനി അഭിനയിക്കാൻ പോകണേ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ടെൻഷനപ്പുറം ആളെ ആദ്യം കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? നമുക്കൊന്ന് അവിടെ ഇരിക്കാം അല്ലേ? ഫഹദ് ഫാസിലിനെ ഇപ്പോൾ ആദ്യമായിട്ട് എവിടെ വെച്ച് കണ്ടേ? ഞങ്ങളിപ്പോൾ സാധാരണ നമ്മളവിടെ ചെന്നപ്പോൾ വേറൊരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു താമസിച്ചായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ കുറച്ച് നാൾ അവിടെ നിന്നതിന് ശേഷം വീണ്ടും ചുറ്റിച്ചട്ടം വിളിച്ച് അവന് താമസിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ള റൂമിലാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും വരാൻ പറഞ്ഞിട്ട്. ഫഹദിനെ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ആ ടൈമിലാണ് നമ്മൾ ശരിക്കും ചുറ്റിച്ചേട്ടൻ ഒരു 4 മണി സമയത്ത് വിളിച്ചു, ഇവിടെ ആളിന് ഒന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴത്തെ റൂമിലേക്ക് പോയിട്ടാണ് കാണുന്നത്. അതാണ് ആ ഫസ്റ്റ് മീറ്റപ്പ് ഫഹദിക്കായിട്ട്. നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അമ്പൊക്കെയാണ് നമ്മളെല്ലാവരിലും ഓരോ പേരും നമ്മുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഫഹദിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. അമ്പൊക്ക അപ്പോൾ നമ്മളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഹാപ്പിയാണ്, കാര്യങ്ങളൊക്കെ ആൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആളുടെ വർക്ക് കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ നിന്ന് അങ്ങനെ. ഫഹദിക്ക ഈ വില്ലന്റെ അടുത്ത് ആദ്യം എന്താ പറഞ്ഞേ? ലൊക്കേഷനിലല്ല, അവിടെ വെച്ച് കണ്ട സമയത്ത്? അവിടെ വെച്ച് കണ്ട സമയത്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. ആളും ഈ പറഞ്ഞ പോലെ ഓവറായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല, ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ. പിന്നെ ഇടയ്ക്ക് ആള് ക്യാരക്ടറാവും. ലൊക്കേഷനിൽ അല്ലാണ്ട് തന്നെ ക്യാരക്ടറാവും. ഇടയ്ക്ക് നസ്രിയത്തൊക്കെ കൂടെ ഉണ്ടാവും. അപ്പൊ പറയും അതിന് പേടിക്കണ്ട, ക്യാരക്ടറായിട്ട് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫഹദ്? ഫസ്റ്റ് വരുമ്പോ നസ്രിയത്താണ് എടാ മോനെ എന്നുള്ളൊരു വേണ് പറഞ്ഞത് ഫസ്റ്റ്. അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ആലോചിച്ചപ്പോഴാണ് ഓക്കെ. അപ്പൊ നസ്രിയ പറഞ്ഞിട്ടാണോ ഈ പഞ്ച് ഡയലോഗ് ഫസ്റ്റ് പറഞ്ഞത് എടാ മോനെ? അപ്പൊ അവിടെ നിന്ന് ഇടയ്ക്ക് റൂമിക്ക് കയറി വരുമ്പോ എല്ലാവരും കൂടെ ഉള്ള സമയത്ത് എടാ മോനെ ആ സാധനമൊക്കെ പറയും. അങ്ങനെ ഫഹദിക്ക് അങ്ങനെ പറയും, കയറി വരും എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് നസ്രിയത്ത പറയും ക്യാരക്ടറിലാണ്. ഓക്കെ. ആ കോമ്പിനേഷൻ സീൻ ഷൂട്ട് ചെയ്തപ്പോ എങ്ങനെയായിരുന്നു? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ചോടുന്ന സീൻ മാത്രമേ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പേ നമ്മള് ഒരു ഫൈറ്റ് സീൻ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല. ഫസ്റ്റ് തന്നെ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? ഫൈറ്റ് സീൻ വിളിക്കുന്ന സംഭവമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ പിന്നെ എന്തൊരു ടെൻഷൻ. ഓക്കെ. അപ്പൊ ഈ സീൻ കഴിഞ്ഞ് ഫഹദിന്റെ ഒരു ആക്ടിങ് കണ്ട സമയത്ത് എന്താ ഫീൽ ചെയ്തേ? നമ്മള് സ്ക്രീനിലാണല്ലോ ഇത്രയും നാളും കണ്ടിരുന്നേ. അപ്പൊ അത് നേരിട്ട് ആ ഒരു മാസ പരിപാടി കണ്ടപ്പോ എന്താ തോന്നിയത്? നേരിട്ട് ഒരു മാസ പരിപാടി കാണാനുള്ള ത്രില്ലിങ്ങിനായിരുന്നു. എല്ലാവരും അങ്ങനെയായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ പുതിയ ആൾക്കാരായ കാരണം. ഫഹദിക്ക സെറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇക്കടെ പറയുകയാണ് എല്ലാവരും അവിടെ വന്ന് നിൽക്കും അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. ഞാൻ വരെ ഷൂട്ട് ഇല്ലാത്ത സമയത്ത് ഫുൾ ടൈം അവിടെ പോയി നിൽക്കും. ഷൂട്ട് ഇല്ലാത്ത സമയത്ത് ഇക്കടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കും. അവിടെ നിന്ന് മാറില്ല, അവിടെ തന്നെ ആയിരിക്കും. അതെ അല്ലേ? ഈ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു ആക്ടർ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചേ? ഫഹദ് ഫാസിൽ ഇക്കടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാറുണ്ട് ഇഷ്ടം പോലെ. കാരണം വെച്ചാൽ നമ്മള് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് തന്നെയാണ്. ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ആളെ കുറെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും ആള് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. എനിക്ക് ഒറ്റ തവണയുള്ള കോമ്പോ.
ആള് ഒറ്റ തവണ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ സമയത്ത്. എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ? പിന്നെ ഫൈറ്റ് സീനാണെങ്കിൽ ഏത് സീനായാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാലും അതൊന്നും കാര്യമാക്കാൻ പാടില്ല. ഒരു ചമ്മല് പോലെയൊക്കെ തോന്നി ആദ്യം ഇങ്ങനെ ഒരു കോമ്പിനേഷൻ സീനിലൊക്കെ ചെയ്യണ സമയത്ത്? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല, ചമ്മലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സൂപ്പറാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫഹദ് ഫാസിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ക്യാരക്ടറൊക്കെ പിടിക്കും എന്ന് പറഞ്ഞെങ്കിലും ഭയങ്കര സൈലന്റ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പൊതുവെ ആളങ്ങനെ ഒരു നേച്ചറുള്ള ഒരാളാണ്. അപ്പോൾ ഓൺ സ്ക്രീനിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ രംഗണ്ണൻ്റെ ഒരു ക്യാരക്ടർ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സ്വിച്ചിങ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ? ക്യാമറ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആള് സൈലന്റ് ആവുക അങ്ങനെയായിരുന്നു ആള്? ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആള് നോർമലാണ്, പക്ഷെ അതിന് മുന്നേ ആണ് ക്യാരക്ടർ പിടിച്ചു നിൽക്കും. ക്യാരക്ടർ പിടിച്ചു നിൽക്കും. ഓക്കെ. പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ല, പറയാൻ നമുക്ക് പെട്ടെന്ന് അറിയില്ല, ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അതെല്ലേ? ഓക്കെ. ഇതിന് മിതുട്ടിയുടെ ഏതെങ്കിലും ഒരു സീനിൽ കുറേ തവണ റീടേക്ക് എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്ത ഏതെങ്കിലും സീൻ ഉണ്ടായിട്ടുണ്ടോ? കുറേ തവണ റീടേക്ക് എടുത്ത സീനാണ് നമ്മുടെ കഴുത്തി പിടിച്ചു പോകുന്ന സച്ചിൻ ചേട്ടൻ. അതൊരു 15 വട്ടം റീടേക്ക് എടുത്തു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പറ്റിച്ചിട്ടാണ്, എല്ലാവരും പറ്റിച്ചോണ്ടാണ് ഈ ഒരു ഷോട്ട് എടുക്കുന്നത്. പറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഇതൊരു റിഹേഴ്സലാണ്. ജിത്തു ചേട്ടനും പിന്നെ സമീർക്ക ഡിഒപി അപ്പൊ ആളും ജിത്തു ചേട്ടനും കൂടി വന്നിട്ട് പറഞ്ഞു ഇതൊരു റിഹേഴ്സലാണ്, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ നാളെയാണ് എടുക്കാൻ പോകുന്നത്. തലേദിവസം മെയിൻ ഷോട്ട് എടുക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ശരി ഷോട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല, റിഹേഴ്സലാണല്ലോ. അപ്പൊ ആള് വന്നിട്ട് കഴുത്തി പിടിച്ച് കൊണ്ടുപോയി. അത് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 5, 6, 7, 8 കൈക്ക് വരെ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ചോദിച്ചില്ല ഇത്ര തവണ റിഹേഴ്സൽ നമ്മളെന്താ ചോദിക്കാൻ നിൽക്കണം. 1 കഴിയുമ്പോ അപ്പൊ തന്നെ വീണ്ടും വന്നിട്ട് വേഗം നിക്ക് അടുത്തത് സെറ്റ് ആയിണ്ടായിരുന്നില്ല. നമ്മള് ഓക്കെ ആവില്ലെങ്കിൽ ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ആവില്ല, അവൻ ഓക്കെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ഒരു ഇതായിരുന്നു. ഞാൻ ഓക്കെ ആയി സഞ്ജയ് ചേട്ടൻ ഓക്കെ ആവില്ല, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് 15 ടൈക്കോളെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ടൈക്ക് ഓക്കെ. എന്തെങ്കിലും പറഞ്ഞോ നമ്മുടെ ജിത്തു ചേട്ടൻ്റെ അടുത്ത്? ചേട്ടൻ വന്ന് കെട്ടിപ്പിടിച്ചു സൂപ്പറായിട്ടെന്ന് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായത് ഇത് ടേക്ക് ആയിരുന്നു എന്നുള്ളത്. ഓക്കെ. ഇനിയിപ്പോ ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ എന്താണ്? സിനിമയിൽ മാത്രം കണ്ടിന്യൂ ചെയ്ത് പോകാനാണോ? സിനിമയ്ക്ക് നോക്കുന്നുണ്ട്, ഓരോരുത്തരായി സംസാരിക്കുന്നുണ്ട്, പിന്നെ ഒരുപാട് ആൾക്കാർ വന്ന് വിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നോക്കണമെന്നാണ് ആഗ്രഹം. അതെ. അപ്പൊ ഇനി വരുന്ന അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ ഏതാണ്? ഇനി സംസാരിച്ചിട്ടുണ്ട്, ഓരോരുത്തരും വിളിക്കുന്നുണ്ട്, കൺഫേം അല്ല, ഡിസ്കഷൻ പരിപാടിയിലാണ്. ഓക്കെ. അപ്പൊ ഇനി ഒരു ഓപ്ഷൻ തരാണ്, ഇനി അടുത്തൊരു മൂവിയിൽ ഒരു ആക്ടറും ഒരു ഡയറക്ടറും കൂടെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ആക്ടർ അല്ലെങ്കിൽ ഏത് ഡയറക്ടർ ആയിരിക്കും? ആക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് സൗബിനിക്കയുടെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ജയസൂര്യ. ലിസ്റ്റ് കുറെ ഉണ്ടെന്ന് അറിയാം, എന്നാലും 2 പേര് പറയുകയാണെങ്കിൽ സൗബിനിക്കും ജയേട്ടനും. ഓക്കെ. ഇനി ഏത് ഡയറക്ടറുടെ കൂടെയാണ് അടുത്തത് വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ളത്? എനിക്ക് മിഥുൻ ചേട്ടൻ. മിഥുൻ ചേട്ടൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ജിത്തു ചേട്ടൻ്റെ കൂടെ എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യും. ഇനി ചെയ്യും. സ്ക്രിപ്റ്റ് നോക്കണമെന്നില്ല, വിളിച്ചാൽ മതി. ഓക്കെ. വിളിച്ചാൽ മതി, അപ്പം തന്നെ ഞാൻ ഓടിപ്പോയി ചെയ്യും. ഓക്കെ. ഇപ്പൊ ഈ റീൽസ് ഒക്കെ ഒരുപാട് ചെയ്തിരുന്നല്ലോ, അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം എവിടെ നിന്നായിരുന്നു? റീൽസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വർക്ക് കാര്യങ്ങളായിട്ട് പോകുന്ന ടൈമിന് നമുക്കൊന്ന് എന്റർടൈനിങ്ങിനായിട്ടാണ് തുടങ്ങിയത്. അല്ല, ആരെങ്കിലും ഏതെങ്കിലും ഒരാളുടെ വീഡിയോസ് കണ്ട് അതുപോലെ ചെയ്യണം പറയാൻ വേണ്ടി വരുന്നത്. ആ പുള്ളിക്കാരൻ നമ്മുടെ സാം എന്ന് പറയും, നമ്മുടെ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഉള്ള പയ്യനാണ്. ആളിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പോൾ സാമാണ്, അവനാണ് ഫസ്റ്റ് എനിക്ക് റീൽസൊക്കെ കാണിച്ചു തരുന്നത്. അവൻ ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരും. ഞാനിങ്ങനെ കണ്ടതിന് ശേഷം കൊള്ളാം എന്നോട് ചെയ്യാൻ പറയും. ഞാനത് വേണ്ട, ഞാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വട്ടം ഞാൻ ചെയ്ത് നോക്കി, ടിക്ടോക്കുള്ള സമയത്ത് ഞാൻ ചെയ്ത് നോക്കി. അവൻ പറഞ്ഞ ഓക്കെയാണ്, സംഭവം ഓക്കെയാണ്. അപ്പോൾ
അത് കോമഡിയാണ്. കോമഡി ആയിരുന്നു. ഞാൻ സീരിയസ് ആയിട്ടാണ് ചെയ്തത്. ഏത് ഫസ്റ്റ് ചെയ്ത റീല് കോമഡി റീലായിരുന്നു? അല്ലല്ല, സീരിയസ് ആയിട്ട് ചെയ്തതാ. സീരിയസ് ആയിട്ട് ചെയ്ത റീല്. ഓക്കെ, കോമഡി. പിന്നെ അങ്ങോട്ട് അതെന്തായാലും അടിപൊളി. അങ്ങോട്ട് പിന്നെ കോമഡി അന്ന് തന്നെ പിടിച്ചു പോയി. അപ്പൊ അങ്ങനെയാണ് ആ ഒരു മോട്ടിവേഷൻ വന്നത് അല്ലേ? ഓക്കെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്യാൻ താല്പര്യമുള്ളത് എന്താണ്? ഈ റീൽസ് ചെയ്യലല്ലാതെ മറ്റൊരു ഹോബീസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ? ഫുട്ബോൾ കളിക്കും. ഞാൻ മുന്നേ ഫുൾ ടൈം ഫുട്ബോൾ തന്നെയായിരുന്നു. അതായത് 10ാം ക്ലാസ് വരെ. ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കുക. അത് കഴിയുമ്പോൾ ക്ലാസ് വിട്ട് കഴിഞ്ഞാലാണോ ക്ലാസ്സിൽ കയറാണ്ടാണോ ഫുട്ബോൾ കളിക്കാൻ പോയത്? കയറാണ്ട് കളിക്കാൻ പോയിട്ടുണ്ട്. കയറാണ്ട് കളിച്ചിട്ടുണ്ട്. നമുക്ക് എടുത്തോണ്ട് ചെയ്യാന്ന് വിചാരിക്കാം. മാത്സ് ആണെന്ന് വെക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത മാത്സാ. ഇഷ്ടമില്ലാത്തത്. അപ്പൊ മാത്സ് പിന്നീടൊക്കെ ഞാൻ അവിടെ പോയി കളിച്ചിട്ടൊക്കെ ഉണ്ട്. കണക്ക് ഇഷ്ടമില്ലാണ്ടാണോ കണക്ക് ടീച്ചർ ഇഷ്ടമില്ലാണ്ടാണോ? അവർ ഈ വീഡിയോ ചിലപ്പോ കാണുന്നുണ്ടാവും കേട്ടോ. കണക്ക് ടീച്ചർ ആനീസ് എന്ന് പറഞ്ഞ ടീച്ചറാണ്. എനിക്കിപ്പോ നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആ പേര് മറക്കില്ല. ടീച്ചർ ഇഷ്ടമില്ലാണ്ടാണ് അല്ല, ടീച്ചർ ഇഷ്ടമില്ലാണ്ടല്ല, കണക്കിനോട് താല്പര്യം സെറ്റ് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഫുട്ബോൾ കളിക്കാനാണ് കൂടുതൽ താല്പര്യം.